76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ നല്ല സുദിനത്തിൽ ഈ വയലാദേശത്ത് കടന്നു വന്ന് സത്യസുവിശേഷത്തെ വിളിച്ചു പറയുവാൻ ഞങ്ങളിൽ കടാക്ഷം തോന്നിയ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വിവിധ സന്ദേശങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദേശത്തും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നൽകുവാൻ ഞങ്ങൾ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് 76ാമത് റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒന്നുണ്ട്: നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഭരണഘടനയിൽ നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്ന് തുടങ്ങിയ കാര്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വ്യക്തമായ നീതി പലർക്കും ലഭിക്കുന്നുണ്ടോ? സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ? സമത്വം ലഭിക്കുന്നുണ്ടോ? നീതി ലഭിക്കുന്നുണ്ടോ എന്ന് ഇന്ന് നമ്മുടെ കേരളത്തിലൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ ഇന്ന് കണ്ടുവരുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഹൃദയത്തെ നടുക്കുന്ന സംഭവങ്ങളാണ്. യൗവനക്കാരികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ കഴിയാതെ, സ്വന്തം സഹോദരിയെ തിരിച്ചറിയുവാൻ കഴിയാതെ, സഹോദരനെ തിരിച്ചറിയുവാൻ കഴിയാതെ, പിതാവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ, മാതാവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാരെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുവാൻ കഴിയും. പലപ്പോഴും അവർ ഈ അവസ്ഥയിൽ ചെന്നെത്തുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളെ കണ്ടവർ വളരുവാനിടയായിത്തീരും. പലപ്പോഴും മാതാപിതാക്കളെ മാതൃകയാക്കിയാണ് പലപ്പോഴും അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിതാവ് എന്ത് കാണിക്കുന്നുവോ അതേപടി ചെയ്യുവാൻ തൻ്റെ കുഞ്ഞ് ആഗ്രഹിക്കും. പിതാവ് ഒരു മദ്യപാനിയാണ് എങ്കിൽ തൻ്റെ കുഞ്ഞും മദ്യപാനവും മയക്കുമരുന്നുകളും മറ്റ് വിവിധ ലഹരിയിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും. പ്രിയമാതാവേ, പിതാവേ, നമ്മുടെ ഭവനത്തിനകത്ത് നാം വിളിച്ചു വരുത്തുന്ന ഈ ഭീതി പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലം നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത് കടന്നു വരാറുണ്ട്. ഇതിനൊരു ബോധവൽക്കരണം നൽകുവാൻ ഇവിടുത്തെ സ്കൂൾ, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരൊക്കെ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവർ നൽകുന്ന ക്ലാസ്സുകളിൽ കൂടി, അവർ നൽകുന്ന ഉപദേശങ്ങളിൽ കൂടി, അവർ നൽകുന്ന സന്ദേശങ്ങളിൽ കൂടിയൊക്കെ ഒരുവിധം ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പല കുഞ്ഞുങ്ങളെയും പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ അവർ നാശത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രകൾ പലരുടെയും ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തിയിട്ടുള്ളതായി ഞങ്ങൾക്ക് ശ്രമിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്: നിങ്ങളിങ്ങനെയൊക്കെ മീറ്റിംഗ് നടത്തുന്നത് ഒരു ഭാഗത്ത് അവർക്ക് അരോചകരമായി തോന്നുമ്പോഴും മറ്റൊരു ഭാഗത്ത് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഞങ്ങളുടെ സന്ദേശങ്ങൾ കേട്ട് അവർ സമർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ രൂപാന്തരം വന്ന ഒട്ടനവധി സാക്ഷ്യങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചിട്ടുള്ള അനേക മാതാപിതാക്കന്മാർ ഞങ്ങളുടെ സമീപത്ത് കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാണ് ഈ ദേശത്തോട് ഈ സൽവർത്തമാനം പറയുന്നതെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിന് മാറ്റം വരുത്തുവാൻ കഴിയാത്തത് യാതൊന്നുമില്ല എന്നുള്ള സത്യം ഈ ദേശം തിരിച്ചറിയണം. പണ്ട് നമ്മുടെ ഭാരതം മാതാക്കന്മാർക്ക് മാറുപറയ്ക്കുവാൻ പോലും കഴിയാതെ അവരായിരുന്ന സാഹചര്യത്തിൽ ഒരു മിഷണറി ഈ കേരളത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു, ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. വില്യം കേറി എന്ന് പറയുന്ന ഒരു മിഷണറി ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരതത്തിന്റെ അനാചാരങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഭാരതത്തിന് വിദ്യാഭ്യാസവും
മാതാപിതാക്കന്മാർക്ക് മാർമറയ്ക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ഇടയായി തീർന്നു. അത് ഈ ഭാരതത്തിനകത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വ്യക്തികൾ, ഒന്നുകൂടി പറഞ്ഞാൽ ഭർത്താവിന്റെ സതി എന്ന സമ്പ്രദായത്തെ നിർത്തൽ ചെയ്യുവാൻ വില്യകേറി എന്ന മനുഷ്യൻ വളരെ അധ്വാനിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒട്ടനവധി കേരളത്തിനകത്ത്, ഭാരതത്തിനകത്ത് ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ മിഷണറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുവിശേഷം പലരുടെയും ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടുവന്ന മിഷണറിമാർ അവർ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ സുഹൃത്തെ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. സുവിശേഷം താങ്കളുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തുവാൻ ഇടയായി തീരും. താങ്കൾ ഒരു മദ്യപാനിയാണോ, മയക്കുമരുന്നിന് അടിമയാണോ? പ്രിയ സുഹൃത്തെ, ഇന്ന് പകൽ നിങ്ങൾ യേശുവിന്റെ സമീപത്തെ ഒന്ന് കടന്നു വരുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ യേശുവിനെയാണ് ഞങ്ങൾ ഈ ദേശത്ത് വിളിച്ചു പറയുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് പ്രകാരം പറയുന്നുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കുലമരത്തിൽ യാഗമായി തീർന്ന ആ നസ്രയനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വളരെ സന്തോഷമുണ്ട്. സമാധാനത്തിന്റെ വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന സന്ദേശത്തിനകത്തൊരു കാതലായ സന്ദേശമുണ്ട്, ഒരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ആ നസ്രയനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ആ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ ഒട്ടനവധി വ്യക്തികളെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാരെ മുടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നവരെ മുടിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് അധികാരപത്രവുമായി കടന്നു വന്ന ഒരു പൗലോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് എന്ന വ്യക്തി ക്രിസ്തുമതത്തിനെതിരായി ഒട്ടനവധി ക്രൂരകൃത്യങ്ങൾ നടത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിൽക്കാലത്ത് വിശുദ്ധ തിരുവെഴുത്തറിയുന്ന ഈടുറ്റ ഒരു നല്ലൊരു പ്രവാചകനായ അപ്പോസ്തലനായി ദൈവം പൗലോസിനെ മാറ്റുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ ഈ ദേശത്തോട് വിളിച്ചു പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ നിങ്ങൾ അടുത്തു വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ പാപത്തെ പോക്കി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശുദ്ധിയെ വരുത്തി നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ പ്രകാരം പറയുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നീതിമാനായി ജനിക്കുന്നില്ല. എല്ലാ മനുഷ്യനും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ പാപിയായി തീരുമ്പോൾ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് കാൽവറിയുടെ കുലമരത്തിൽ യാഗമായി തീർന്ന ഒരു നല്ല നസ്രയനെ ഞങ്ങൾ ഈ ദേശത്ത് പരിചയപ്പെടുത്തുകയാണ്. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങളുടെ ഏത് പാപമായിരുന്നാലും, എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ പുറത്തു വരുവാൻ കഴിയാത്ത അടിമത്തത്തിൽ മദ്യത്തിൻ്റെ മയക്കുമരുന്നിനും ഒക്കെ ഞാൻ അടിമയായി തീർന്നു, അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഞാൻ ആയിരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട് എങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു നല്ല നസ്രയൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയമാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടഭാരങ്ങൾ ഏറുമ്പോൾ, രോഗമേറുമ്പോൾ ഒരു പിടി കയറിനകത്ത് ജീവിതം ഒടുക്കുവാനല്ല നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ വിശുദ്ധ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള നമ്മുടെ ആയുസ് ദൈവം നൽകുമ്പോൾ അതിനെ നഷ്ടപ്പെടുത്താതെ ദൈവത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഈ 76ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങളുടെ ഭവനത്തിനകത്തൊരു സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങളുടെ അകത്തൊരു സമാധാന അന്തരീക്ഷമുണ്ടോ? പലപ്പോഴും പിതാവ് മദ്യപിച്ച് കടന്നു വന്ന് ഭവനത്തിനകത്ത് വളരെ അസ്വസ്ഥ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാതാവാണോ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ പിതാവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതെന്തുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പിന്നിലായിരിക്കുന്ന ചില വ്യക്തികൾ കഴിഞ്ഞ നാളുകളിൽ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് കൊള്ളാത്തവരായി ജീവിച്ച ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെയുള്ള കവല പ്രസംഗങ്ങളിൽ അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ഇടയായി തീർന്നു. ഇന്ന് നാടിന് കൊള്ളാകുന്ന, മാതാപിതാക്കൾക്ക് കൊള്ളാകുന്ന, ദേശത്തിന് കൊള്ളാകുന്ന വ്യക്തികളാക്കി അവരെ രൂപപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തും ഒരു രൂപാന്തരം വരുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ഉപസംഹാരം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിന് മുൻപിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ഭവനത്തിനകത്ത്, യേശുക്രിസ്തു നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു വലിയ സമാധാനം നൽകുവാൻ സർവശക്തനായ ദൈവം ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ, അതിനായി ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് താണിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.